ഹലോ ഗായ്സ്, ഇന്ന് അമ്മയും അച്ഛനും കൂടി അടുക്കളയിൽ നിന്ന് ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ വെക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ അങ്ങ് എടുക്കാമെന്ന്. ആദ്യമേ ഞാൻ വിചാരിച്ചു, പിന്നെ തന്നെ എടുത്തത് ഫ്രൈ ഒക്കെ ചെയ്തതിന് ശേഷം. ഓക്കെ ഗായ്സ്, ഞാൻ ഇവിടെ ചിക്കൻ ഫ്രൈൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നില്ല. ഫ്രൈ ചെയ്തിട്ട് പ്ലേറ്റിലോട്ട് ഇടുന്നതാണ് എടുക്കുന്നത്. വാഴയിലേക്ക് വെച്ചിട്ട് പ്ലേറ്റിലോട്ട് ഇടുകയാണ് ഗായ്സ്. ഇന്ന് സൺഡേ സ്പെഷ്യൽ ചിക്കനാണ്. നിങ്ങളുടെ വീട്ടിൽ ഇന്ന് എന്തായിരുന്നു എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ ഗായ്സ്, അങ്ങനെ ചിക്കൻ കറി വെക്കാറായിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലെല്ലാം ചിക്കൻ പൊരിച്ചത് ഇട്ടിട്ട് ഒക്കെ എടുക്കാം. ഓക്കെ ഗായ്സ്, അങ്ങനെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറിയിലോട്ട് പോകാം. കുറച്ച് സവാള ഉണ്ടല്ലോ ഗായ്സ്, അത് ഞാൻ സവാളയും കൊച്ചുള്ളിയും ഒക്കെ നേരത്തെ പൊരിച്ച ചിക്കൻ്റെ എണ്ണയിൽ ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്യുന്നുണ്ട്. ആ എണ്ണ തന്നെയാണ് എടുക്കുന്നത്, നല്ല കളറൊക്കെ കിട്ടട്ടെ. ഓക്കെ ഗായ്സ്, നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഗൈസ്, നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഗൈസ്, മിക്സ് ചെയ്തുകൊണ്ട് കൊടുക്കുകയാണ് ഗൈസ്. ഇനി നമ്മൾ ഇതിലോട്ട് ഇടുന്നതെന്ന് പറഞ്ഞാൽ ഗരം മസാലയിലെ മിക്സ് വാങ്ങിച്ചായിരുന്നു ഗൈസ്, അതാണ് നമ്മൾ ഇനി ഇടുന്നത്. ഗരം മസാലയില മിക്സ്. അപ്പോൾ ഗൈസ്, നമ്മൾ കുറച്ച് മിക്സ് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഓക്കെ ഗൈസ്, മഞ്ഞൾപ്പൊടി അങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഗരം മസാലയാണ് ഇടുന്നത്. മല്ലിപ്പൊടിയും ഗരം മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ ഗൈസ്, ഇനി ഇപ്പോൾ നമ്മളിട്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി ഇട്ടിട്ട് പിന്നെ ഗൈസ് നമ്മൾ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തു. ഇപ്പം തന്നെ എൻ്റെ നാവിൽ കൊതി വന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് വെൽ. ഓക്കെ ഗൈസ്, എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. നമ്മൾ ചിക്കൻ കറിയുടെ ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരത്തെ എടുത്ത ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ ചിക്കൻ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ചിക്കൻ എല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വേണ്ടുന്ന ആവശ്യത്തിന് ഇനി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. ഓക്കെ ഗൈസ്, നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചോറിനോട് ഉള്ളതൊക്കെ ഇതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ ഞാൻ വീണ്ടും വരാം.